ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം അലൻ ജോസ് പെരേര ആൻഡ് പമ്പ. നമസ്കാരം. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? പുതിയൊരു കള്ളനെ കൂടി ഇറക്കുമതി ചെയ്തിരിക്കുകയാണല്ലേ. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായി? ക്രിസ്മസ് അടിച്ചു പൊളിച്ചു. എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. പ്രണയമല്ലേ ഇവരുടേത്. അടിച്ചു പൊളിച്ചു. എവിടെയായിരുന്നു ക്രിസ്മസ്? എവിടെയായിരുന്നു ക്രിസ്മസ് ഇവിടെയായിരുന്നു. ഇവിടെ അലന്റെ ന്യൂറിന് എന്താ പരിപാടി? പൊളിക്കുക എല്ലാവരെയും പോലെ, എല്ലാ കൊച്ചിക്കാരെ പോലെ. എന്റെ കാര്യത്തിൽ റിസ്ക് ആണ്. എന്തിനാ റിസ്ക് എടുക്കണേ? അടിയായിരുന്നോ ഇങ്ങനെ ടൈപ്പാ? ഫൈവ് ഉള്ളതുകൊണ്ട് ആൾക്കാരുടെ ഒരു പ്രതി. കഴിഞ്ഞ ദിവസം സൗമ്യം വന്നിട്ട് അവിടെ സ്റ്റേജിൽ ഒരു അടിപൊളിയായിട്ട് പ്രസംഗിച്ചിട്ട് പോയില്ലേ? അത് വേറെ ഇത് വേറെ. എല്ലാരും അറിയട്ടെ നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. അതൊക്കെ പമ്പേനോട് നോക്കട്ടെ. എന്താണ് ആ പ്രത്യേകത? എന്താ ആരോടും പറയല്ലേ, അംബോയിസേട്ടാ. ഇപ്പൊ സൗമ്യനെ പോലത്തെ ഒരു കലാകാരനാണ് വന്നതും അലൻ ജോസിലെന്നുമായിട്ടുള്ള വ്യത്യാസം എന്താ? കുറച്ചുകൂടെ കളിയാക്കലും കാറ്റ് കോളിംഗ് പോലെയൊക്കെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. കൂടുതലായിരിക്കും. അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും ഒരുമിച്ച് പോയപ്പോ ആരെങ്കിലും അങ്ങനെ കളിയാക്കിയിട്ടുണ്ടോ? ഉണ്ട്. കളിയാക്കിയിട്ടുണ്ട്. ആരാണ് ഈ കൂട്ടത്തില് പെട്ടെന്ന് പ്രതികരിക്കുന്നത്? അല്ലെന്നാ അല്ല, അലൻ ചൂടാൻ അലൻ ചൂടനാത്. സാധാരണ തല്ലാനാ വരാറെന്ന് പറഞ്ഞു. അപ്പൊ തല്ലാൻ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? മിക്കപ്പോഴും കിട്ടാറുണ്ട്. ഒന്നുമില്ല, എല്ലാ അവന്മാരടിച്ചിളക്കി. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പതിവാണ്. ഇപ്പൊ ചേട്ടനാണെങ്കിൽ നടന്നു പോകുമ്പോ ഒരു കാറിൽ ഫുള്ള് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ പ്രതികരിക്കില്ല. എന്തോ എങ്ങനെ ഈ പറയുന്ന ആരറിയാമോ? ഒരു 500 ക്യാമറയുടെ നടുക്ക് ആ മറ്റേ വനിതാ തിയേറ്ററിന് നടുക്കിടുന്ന തുള്ളിയവനാണ്ടായി പറയണം. സോറി, ഞാൻ കളിയാക്കാൻ തിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. ഇപ്പൊ നിനക്ക് ക്യാമറ എടുക്കുന്നൊക്കെ പ്രശ്നമാണോ? അന്ന് നമ്മൾ ആ ഒരു ഇതാകാൻ വേണ്ടി ചെയ്തു എന്നും പറഞ്ഞ് എപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് ക്യാമറ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇവരാണ് പല നടന്മാരുടെയും നടിമാരെ പുറകെ പോയിട്ട് തട്ടിയിട്ട് ഒരു ഫോട്ടോ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടാണ് ഇരുന്ന് കഥ പറയണത്. മാലാകയാണോ ഇത്? പെട്ടെന്ന് വന്നങ്ങ് പോയി. പമ്പ, ആരാണ് നിങ്ങൾ? ഓക്കെ, എന്താ പ്രൊഫഷൻ? എന്താ? ഞാൻ ഡോക്ടറാ. ഇത് സെക്ഷനാണോ നോക്കുന്നത്? സൈക്കാട്രി. സൈക്കാട്രി ആണ്. പിന്നെ എന്തിനീ പുകലികൾ അത്രയും? കറക്റ്റ് സ്ഥലത്താ വന്ന് വെട്ടേക്കണേ. അടുത്ത് കഴിഞ്ഞപ്പോ നിമയായിട്ട് ഞാൻ വർക്ക് ചെയ്തു. നിമ പുതിയത് വെച്ച് ഈ കൊറേ നേടുന്നുണ്ടല്ലോ. ഇതിന് മാത്രം നായികമാര്. നിനക്ക് എങ്ങനെ ഇത്ര നായികമാര് തിട്ടെടുത്തേക്കും? ഞാൻ ട്രൈ ചെയ്തിട്ടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. വിളിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളല്ലാതെ ആൺകുട്ടികൾ വിളിക്കുന്നുണ്ടോ അവരെ? ഫ്ലാഷ് ബാക്ക്. ഞാൻ പലപ്പോഴും വിളിക്കാത്തതാ. അതെന്താ? വേണ്ടെന്ന് വെച്ചതാ. വൈ? എനിക്ക് അത്രയും കുറച്ചടി കൊണ്ടാ മതിയല്ലോ. അലനിലെ ഡയറക്ടറാണോ അലന്റെ നടനാണോ അടിപൊളിയായിട്ട് തോന്നിയത്? പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ? നീ പ്രൊഡ്യൂസർ കൂടിയാണോ? വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. അങ്ങനെ പറയാം. നമ്മൾ തന്നെ ചെയ്യുമ്പോ അതില് ഇപ്പൊ നടിമാരുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണ്ടി അറിഞ്ഞാൽ മതിയല്ലോ. അതെ. ഇപ്പൊ നടിമാരുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണ്ടി അറിഞ്ഞാൽ മതിയല്ലോ. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട. പമ്പ വീഡിയോ ചെയ്യുമ്പോ ഭയങ്കര എനർജി ചെയ്യണ്ട. ഇപ്പൊ ഇന്റർവ്യൂല് ഭയങ്കര പാവത്തിനെ കൂട്ടി പതുങ്ങിയിരിക്കുന്നത് എന്താ? സത്യത്തിൽ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഒരു ഒരൊലക്ക കിട്ടുമോ? ഇനിയും ഒരുപാട് ഷോർട്ട് ഫിലിംസ് പ്ലാനിലുണ്ട്. എന്റെ ആറ്റുകാൽ ഭാസ്കര ചെയ്യാൻ വേണ്ടിട്ട് ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ആണോ? കുറെ എങ്ങനെ ഉണ്ടാളിയാ? അടിപൊളിയായി മാറട്ടെ. ഓക്കെ, Okay, താങ്ക് യു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.